ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 11-ാം തീയതി, കർക്കിടക മാസം 27-ാം തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 7 മണി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച പവന് 600 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്നലെ പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും ഉയർന്നു. ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 51,000 മറികടന്ന് 51,560 രൂപയിൽ എത്തി നിൽക്കുകയാണ് വിപണി വില. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തകർച്ച നേരിട്ട സ്വർണ്ണവില പവന് 1000 രൂപയോളം തകർച്ച സംഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $2,400 താഴേക്കിറങ്ങിയ സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തകർച്ച നേരിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു കയറുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി വൻ വർധന രേഖപ്പെടുത്തിയ സ്വർണം $2,431 പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യതകളും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും മൂലം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയർന്നതാണ് വില ഉയരാൻ കാരണമായത്. ഇന്നത്തെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,431. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,030 രൂപ, 1 പവൻ 56,247 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,273 രൂപ, 1 പവൻ 42,185 രൂപ. സംസ്ഥാനത്ത് നിന്ന് 22 കാരറ്റ് അഥവാ 916 സ്വർണ്ണവില 1 ഗ്രാം 6,445 രൂപ, 1 പവൻ 51,560 രൂപ. ഇന്നത്തെ വെള്ളിവില 1 ഗ്രാം 88 രൂപ 10 പൈസ, 1 കിലോ 88,100 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്